ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. നേന്ത്രപ്പഴം മുട്ടയൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ചെയ്യുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നേന്ത്രപ്പഴം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം 8 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിത് നീളത്തിൽ വേണമെങ്കിൽ ഒരു നേന്ത്രപ്പഴം 4 പീസാക്കി കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ വട്ടത്തിൽ മുറിച്ചെടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ പഴം വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നെയ്യ് ചേർത്താൽ മതി, കാരണം നമ്മൾ ഈ പഴം ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് നെയ്യ് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ പഴമായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പാനിലേക്ക് പഴത്തിൻ്റെ പീസസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ പീസസ് ഒക്കെ 2 ഭാഗം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് നമ്മളൊരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് പാലെടുക്കാം. അപ്പോൾ ഏതൊരു വീഡിയോയുടെ താഴെ കമൻറ്റ് വന്നിരുന്നു മുട്ടയുടെ പകരം എന്താ ചേർക്കേണ്ടതെന്നും കൂടെ പറയണമെന്ന്. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ മുട്ട നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പാലെടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ ഉപയോഗിക്കാത്തവരും ഒരുപാടുണ്ട്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ്. നല്ല തിക്കും അല്ല, എന്നാൽ നല്ല ലൂസും അല്ല. അപ്പോൾ നിങ്ങൾക്ക് പഴംപൊരി പോലെ നല്ല മാവ് വേണമെങ്കിൽ കുറച്ചുകൂടെ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ പഴത്തിൻ്റെ പീസും ഈ മൈദക്കൂട്ടിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടി കൊണ്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്പൂൺ വെച്ച് ചെയ്യാണ് ഏറ്റവും നല്ലത്. നമ്മൾ കൈ വെച്ച് ചെയ്യുമ്പോൾ ഈ ബ്രെഡ് പൊടിയൊക്കെ ആകെ കുഴഞ്ഞ് കയ്യിലൊക്കെ ആകെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ സ്പൂൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഇതുപോലെ നമുക്ക് ഓരോ പഴവും ഈ മൈദക്കൂട്ടിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടി കൊണ്ട് കവർ ചെയ്തെടുക്കാം. പഴത്തിൻ്റെ പീസസ് ഒക്കെ മൈദക്കൂട്ടിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ച ഓരോ പഴത്തിൻ്റെ പീസസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, കാരണം നമ്മളിത് പഴം ആദ്യം തന്നെ വാട്ടിയെടുത്തതുകൊണ്ട് പഴം കുക്കായിട്ടുണ്ട്. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം.
നേന്ത്രപ്പഴം കൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്